പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 22-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവ് നമുക്ക് ഇങ്ങനൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങൊരുക്കിയ ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ ജനുവരി മാസം 22-ാം തീയതിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ബുധനാഴ്ച ദിവസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. നമ്മുടെ കൈകളെ ഉയർത്തി ഈ പോയ പകൽക്കാലത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പം നന്ദിയോടെ സ്തോത്രം, അപ്പം നന്ദിയോടെ സ്തോത്രം, അപ്പം നന്ദിയോടെ സ്തോത്രം, അപ്പം നന്ദിയോടെ സ്തോത്രം. അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പോയ രാത്രികാലത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. രാത്രികാലത്തിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ട് കർത്താവ് നമ്മളെ കൈപിടിച്ച് നല്ല ഇടയനായി നമ്മുടെ കൂടെ ഇരുന്ന്, യഹോവ നമ്മുടെ ഇടയനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നടത്തുന്നത് കണ്ടുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, വി ലവ് യു. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനം 75 ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ദൈവമേ, ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ കർത്താവിൻ്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. 9-10 വാക്യങ്ങൾ ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. 10-ാമത്തെ വാക്യം: ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി കാത്തു പരിപാലിച്ച് അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് ഒരിക്കലൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവാണല്ലോ അവരെ കൂട്ടി വരുത്തിയത്, അതിനായിട്ട് സ്തോത്രം. അങ്ങ് അവർക്ക് ആവശ്യമായ മന്ന കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, ആവശ്യമായ അനുഗ്രഹങ്ങളെ ചൊരിയുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം നടക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് സംഭവിക്കട്ടെ. അവരുടെ ശരീരത്തിൽ ദൈവിക കൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക. അവൻ ആ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് കാലിലുള്ള നീരുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. കാൽ വിരലുകൾ സൗഖ്യമാകട്ടെ, കാൽ മുട്ടുകൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ, ബ്ലഡ് ഷുഗർ നോർമലായി തീരട്ടെ, കൊളസ്ട്രോൾ ലെവൽ നോർമലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരുന്നവർ അവൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, അത് കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റിനെ ഞങ്ങൾ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അവരെ വിടുവിക്കണമേ. കർത്താവ് അവർക്ക് ഒരു സ്ഥിര വരുമാനം ഒരുക്കി കൊടുത്ത് അവരെ മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ എക്സാംസ്, കുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിന് സ്തോത്രം. അതുപോലെ വിവാഹപ്രായമായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തക്ക തുണയെ തക്ക സമയത്ത് ഒരുക്കി തരുന്ന കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ
അവരെ സൂക്ഷിക്കണം. ഒരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തന്ന എല്ലാ വിടുതലുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രത്തോളം കൊണ്ടുവന്നതിന് ഒരിക്കലൂടെ സ്തോത്രം. ഇനിയും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരുണയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഹിതമായാൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിശ്ചയമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. ബ്രദറെ, സിസ്റ്ററെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ത്യൻ സമയം 9:30 നിങ്ങൾ ഇപ്പോൾ തന്നെ അലാറം സെറ്റ് ചെയ്യണം. നിശ്ചയമായിട്ടും അത് പങ്കെടുക്കണം. ഒരിക്കലും നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. നിങ്ങൾ ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മുമ്പിൽ വാർത്താ ചാനലുകളുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നതിനേക്കാൾ വളരെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്നത്. അത് നിങ്ങളുടെ സൗഖ്യത്തിനും അത് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ മനസ്സമാധാനത്തിനും ഒക്കെ കാരണമായി തീരും. അതുകൊണ്ട് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, മിസ് ചെയ്യരുത്. വൈകിട്ട് നിശ്ചയമായിട്ട് പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ ദൈവഭയത്തെക്കുറിച്ചാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച മുതൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് വീണ്ടും ദൈവഭയവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം കർത്താവിൻ്റെ വചനത്തിൽ നിന്നും. ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: കർത്താവിനോടുള്ള ഭയം തന്നെ ജ്ഞാനം. ഹല്ലേലൂയ. ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് ഞാൻ മനുഷ്യനോട് അരുളി ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബിഹോൾഡ് ദ ഫിയർ ഓഫ് ദ ലോർഡ് ദാറ്റ് ഈസ് വിസ്ഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവഭയമെന്ന് പറയുന്നത് തന്നെ ജ്ഞാനമാകുന്നു. അത് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം ദൈവഭയം ജ്ഞാനം. ദൈവഭയം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഒരു കോട്ട മതിൽ പോലെ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിനൊക്കെ ഭിത്തി വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ജനൽ വെക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ ഭയം. നമ്മൾ കോട്ട മതിൽ കെട്ടുന്നത് നമ്മൾ പുറത്തു പോകാതിരിക്കാനല്ല, പുറത്തുള്ളത് അകത്തോട്ട് കയറാതിരിക്കാൻ. നമ്മൾ വീടിന് ഭിത്തി കെട്ടുന്നത് വീടിനകത്തുനിന്ന് നമ്മൾ ചാടി പുറത്തു പോകാതിരിക്കാനല്ല, പിന്നെയോ തണുപ്പും ചൂടും കാറ്റും കള്ളന്മാരും ഒന്നും വീടിനകത്ത് കയറാതിരിക്കാനാണ് വീടിൻ്റെ ഭിത്തിയും ജനലും ഒക്കെ വെക്കുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, പുറമേ ഉള്ള ഒന്നും നമ്മുടെ അകത്തേക്ക് കയറത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, പുറമേ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, ദൈവികമല്ലാത്ത പല കാര്യങ്ങൾ, ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെതായ കൾച്ചറുകൾ, ഈ ലോകത്തിൻ്റെതായ ട്രെൻഡുകൾ, ഈ ലോകത്തിൻ്റെതായ ഫാഷനുകൾ, ഈ ലോകത്തിൻ്റെതായ പലതുമുണ്ട്. പക്ഷേ ദൈവഭയമുള്ളവൻ പറയും ഇതൊന്നും എനിക്കുള്ളതല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദാനിയേൽ രാജകൊട്ടാരത്തിൽ പോയി താമസിക്കുക. രാജകൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിലെ ഭക്ഷണം ദാനിയേലിന് വേണ്ടി അവരൊരുക്കിയിരിക്കുക. അവിടെ ചെന്നപ്പോൾ എല്ലാവരും രാജകൊട്ടാരത്തിലെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ദാനിയേലിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ആ ഭയവും ദൈവസ്നേഹവും ഉള്ളതുകൊണ്ട് ദാനിയേൽ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് എൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ എന്നെ ഞാൻ അശുദ്ധനാക്കത്തില്ല, അകത്തോട്ട് ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. കാരണം എന്നാ? ദൈവഭയമാണ്. ഈ ഭയം അല്ലെങ്കിൽ ദൈവഭയം കൂടുവാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കർത്താവിനെ ഭയം. എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കാൻ കഴിയത്തില്ല, എനിക്ക് എൻ്റെ കർത്താവിനെ വിഷമിപ്പിക്കാൻ കഴിയത്തില്ല. എനിക്ക് വേണ്ടി പ്രാണപ്രിയൻ ജീവൻ തന്നു. കാൽവരി ക്രൂശിൽ എന്നെ രക്ഷിപ്പാൻ തൻ്റെ ജീവനെ എനിക്ക് വേണ്ടി തന്നപ്പോൾ ഞാൻ അവനെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ അവനെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ കർത്താവിനെ അപമാനമായി തീരുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ പിശാചിനാണ് നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുക്കുന്നത്. പിശാചിന് നമ്മുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കുക. നമ്മളൊരു കള്ളം പറയുമ്പോൾ നമ്മുടെ നാവിനെ പിശാചിന് കൊടുക്കുന്നു. നമ്മൾ ചീത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കാതിനെ നമ്മൾ പിശാചിന് വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ ശത്രുവിന് നമ്മുടെ കണ്ണുകളെയും കൈകളെയും ഒക്കെ നമ്മൾ വിട്ടുകൊടുക്കും പാപങ്ങൾ ചെയ്യുമ്പോൾ. കാരണം ഒരു പാപവും ദൈവത്തിൽ നിന്ന് വരത്തില്ല, സകല പാപവും പിശാചിൽ നിന്ന് വരുന്നു എന്ന് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലുണ്ട്. സകല പാപങ്ങളും എവിടുന്ന് വരുന്നു? പിശാചിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പാപം ചെയ്താലും നമ്മൾ ആരെ ദുഃഖിപ്പിക്കുന്നു? നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്നു. അത് ചെറിയ കോപമായാലും, ചെറിയ ക്രോധമായാലും, അസൂയയായാലും,
പകയായാലും പിണക്കമായാലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മൾ പല കാറ്റഗറി ആയിട്ട് കാണുമായിരിക്കും പാപങ്ങളെ. എന്ത് കാറ്റഗറി ആണെങ്കിലും ചെറുതും വലുതുമായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആരെ വിഷമിപ്പിക്കുന്നു? നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ വിഷമിപ്പിക്കുക. നമ്മുടെ കർത്താവിൻ്റെ മുറിവുകളെ നമ്മൾ വീണ്ടും വേദനിപ്പിക്കുന്നതിന് തുല്യമാവുക. നമ്മുടെ കർത്താവിന് നമ്മൾ അപമാനമായി മാറുക. അപ്പോൾ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നു. നമ്മൾ പാടും, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ തന്നവന്, അവൻ്റെ അവസാന രക്തം വരെയും എനിക്ക് വേണ്ടി ചൊരിഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, യഥാർത്ഥമായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ, വാസ്തവമായിട്ടും യേശുവിനെ സ്നേഹിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ഭയം, ദൈവഭയം നമ്മളിൽ കൂടുതൽ വരും. എന്താ ദൈവഭയം കൂടുക എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിന് ഒരു വേദനയാകത്തില്ല, ദുഃഖമാകത്തില്ല, ഭാരമാകത്തില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കണം. ഞാൻ ഒരു കാരണവശാലും എൻ്റെ കർത്താവിനെ വിഷമിപ്പിക്കുവാനോ, എൻ്റെ കർത്താവിൻ്റെ നാമം നിന്ദിക്കപ്പെടുവാനോ അപമാനിക്കപ്പെടുവാനോ ഒരു കാരണവശാലും ഇടവരുത്തത്തില്ല എന്നൊരു തീരുമാനം ഇന്ന് പ്രഭാതത്തിൽ നമുക്കെടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുഖാന്തരം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മുഖാന്തരം അങ്ങയുടെ നാമം നിന്ദിക്കപ്പെടുവാനോ ദുഷിക്കപ്പെടുവാനോ ഇടവരാതെ കർത്താവ് ദൈവഭയം ഞങ്ങൾക്ക് തരണമേ. പിതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവഭയം തരണം. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെയും ദൈവഭയം തരണം. ആ ദൈവഭയത്തിൽ ജീവിപ്പാൻ, വിവേകത്തോടും ജ്ഞാനത്തോടും ജീവിപ്പാൻ പരിശുദ്ധാത്മാവേ അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് നൽകുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ച് പെരുകും. ആമേൻ, ആമേൻ, ആമേൻ. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you.